കാർഷിക മേഖല പരാധീനതകളുടെ കഥനകഥ പറയുമ്പോഴും പുതിയ കാർഷിക രീതികളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കുളത്തൂപ്പാറയിലെ മനോഹരൻ. പ്രകൃതി രമണീയമായ തന്റെ പറമ്പിൽ കത്തിയും നീലൻ തോട്ടിയുമായി രാവിലെ ഇറങ്ങും ഈ കർഷകൻ. ജാതിക്കായ് കൃഷി ഭയങ്കര ഞാൻ പറഞ്ഞ ലാഭദായകമായ കൃഷിയാണ് ഞാൻ പറഞ്ഞു. ഒരു കമേഴ്ഷ്യൽ കൃഷിയാണ്. പ്രത്യേകിച്ചിട്ട് ഒരു സാധാരണ ജൂണിൽ ഈ കൃഷി നമുക്ക് പറിക്കാൻ പറ്റും. ഈ ജാതിക്കായ് വിലയായ ലക്ഷം കിട്ടി അത് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആവും. കവുങ്ങും വാഴയും തെങ്ങും ഒക്കെ ഉണ്ടെങ്കിലും സുഗന്ധവ്യഞ്ജനമായ ജാതിക്കയോടാണ് ഇപ്പോൾ കമ്പം. കാരണം മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് വളമൊന്നും നൽകിയില്ലെങ്കിലും നല്ല വിള നൽകും ജാതിക്ക. പ്രകൃതി പച്ചപ്പട്ടണീച്ച കുന്നിൻ ചരിവുകളിലൂടെ തന്റെ കവുങ്ങിൻ തോപ്പും കടന്ന് വാഴത്തോപ്പിലൂടെ ഒരു യാത്ര. അപ്പോൾ കണ്ടതോ തികച്ചും വ്യത്യസ്തമായ കാഴ്ച. അന്നത്തെ അന്നത്തിന് വേണ്ടിയുള്ള വിളകൾ പരീക്ഷിക്കുന്ന കർഷകർക്ക് ഇതാ ഒരു ഗുണപാഠം. കാട്ടുമരങ്ങൾ വെട്ടിമാറ്റി റബ്ബർ മാത്രം വച്ചുപിടിപ്പിച്ച നമ്മുടെ ഗ്രാമീണർ ഒന്നു മറന്നു. വിലപിടിപ്പുള്ള തേക്കിൻ തൈകൾ വച്ചുപിടിപ്പിച്ചാൽ നമ്മുടെ വരും തലമുറയ്ക്കും ലഭിക്കും ഒരു വരുമാനം. എല്ലാവരും റബ്ബർ തൈ വെക്കുമ്പോൾ ഞാനും ഇവിടെ പ്രത്യേകിച്ചിട്ട് ഈ തേക്ക് മരം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊരു പെർമനന്റ് ഡെപ്പോസിറ്റ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഇത് താൽക്കാലികമായി കിട്ടുന്നതൊന്നും അല്ല. സമ്പന്നമായ ഒരു കാർഷിക ഭാവി നെയ്തെടുക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സ്വീകരിച്ചാലും ഈ ആദരം.